എന്തിനാണ് ഇപ്പൊ ഇറാനിൽ ശരിക്കും യുദ്ധം നടക്കുന്നത്? നിങ്ങളിത് മുഴുവനും കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ജൂതന്മാർക്ക് മെയിനായിട്ട് ഒരു ഒറ്റ മോട്ടറേ ഉള്ളൂ, അവരെ മെസ്സിഹ എങ്ങനെയെങ്കിലും വരണം. ഈ മെസ്സിഹ വരണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ലോകത്തിൽ. അതായത് ലോകത്തിൽ അക്രമങ്ങൾ കൂടണം, യുദ്ധങ്ങൾ കൂടണം, ഇമ്മൊറാലിറ്റി കൂടണം, അതായത് പീഡോഫീലിയ പോലത്തെ അല്ലെങ്കിൽ ഈ അഡൾട്ടറി പോലത്തെ പരിപാടികൾ കൂടണം, ബഹുമാനങ്ങൾ കുറയണം, അതായത് പിള്ളേർക്ക് അഡൾട്ട്സിനോടുള്ള ബഹുമാനം കുറയണം, ടോട്ടൽ ഇമ്മൊറാലിറ്റി. അപ്പൊ ഈ ഇമ്മൊറാലിറ്റി ലോകത്തിൽ എന്ന് വരുന്നോ അന്നാണ് ഇവരെ മെസ്സിഹ പ്രത്യക്ഷപ്പെടുന്നു ഇവർ വിശ്വസിക്കുന്നത്. അപ്പൊ ഇവരെന്തിട്ട് ചെയ്യണത്? ഇവര് മനഃപൂർവ്വം ഈ ഇമ്മൊറാലിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുക. എങ്ങനെ? ആൾക്കാരുടെ കൾച്ചറുകളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട്, ആൾക്കാരുടെ വിശ്വാസങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട്, ദൈവവിശ്വാസം ഇല്ലാതെയാക്കിയിട്ട്, ലോകത്തിൽ ഇമ്മൊറാലിറ്റി കൂട്ടിയിട്ട്. ഇമ്മൊറാലിറ്റി കൂട്ടാന്ന് പറഞ്ഞാൽ ഈ എന്നിട്ട് പറയാ പോൺ ഹബ്ബൊക്കെ ഹോസ്റ്റ് ചെയ്യണത്, പോൺ ഹബ്ബ് എന്ന് പറയുന്ന പോൺ സൈറ്റ് ഹോസ്റ്റ് ചെയ്യണത് ഒരു ജൂതനാണ്. ജൂതൻ റാബൈ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഉസ്താദ് എന്ന് പറയുന്ന പോലത്തെ ഡാവ്, അവരെ പ്രീസ്റ്റ്. അതേപോലെ ഓൺലി ഫാൻസ്. ഇപ്പൊ ഈ ഫുഡിൽ കൂടെ ആൾക്കാരുടെ ഹോർമോൺസ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ ഇവരാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ എങ്ങനെയെങ്കിലും ഇവരെ മെസ്സിഹ വരാൻ വേണ്ടിയിട്ട് ലോകത്തിന്റെ മോറാലിറ്റി അല്ലെങ്കിൽ അക്രമങ്ങൾ ഒക്കെ ഇവരിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വിചാരം പോലെ അമേരിക്ക ജൂതന്മാരെ ഹെൽപ്പ് ചെയ്യണതല്ല, ജൂതന്മാരുടെ കയ്യിലാണ് അമേരിക്ക. അത് മനസ്സിലാക്കുക. ഈ എപ്സ്റ്റീന്റെ പോലത്തെ ആൾക്കാര് ഓരോ ഈ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരെയും കൊണ്ടുപോയി അവർക്ക് അതും ഇതും കൊടുത്ത് അവരൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇവര് പറയണ ഒക്കെ കേൾക്കുന്ന പപ്പറ്റ്സ് ആക്കി മാറ്റാണ് ചെയ്യുന്നത്. ഇവന്മാരുടെ മെയിൻ മോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാല് ലോകത്തിലത്തെ നന്മനെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടാക്കുക. അങ്ങനെ ഇല്ലാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഇവരുടെ ഈ പറയുന്ന മെസ്സിഹ വരുന്നുള്ളൂ. ഇതിനു വേണ്ടിയിട്ടാണ് ഇവർ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും ഈ പരിപാടികൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ LGBTക്കും സോഫ്റ്റ് വാറന്റിങ്ങും അങ്ങനെ പല പല സ്ട്രാറ്റജികളായിട്ടാണ് അവർ ഇന്നത്തെ കാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 150 രാജ്യങ്ങളിൽ നിന്ന് ജൂതന്മാരെ അടിച്ചോടിപ്പിച്ച വെറുതെ അല്ല. ഈ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും ഇവന്മാര് മെസ്സിഹ വരാനുള്ള പരിപാടി തുടങ്ങും. ഈ പ്രോസ്റ്റിറ്റ്യൂഷനുള്ള സാധനങ്ങള്, അതേപോലെ പീഡോഫീലിയ, അതുപോലെ ഈ ആൾക്കാരെ അറക്കണ പരിപാടി, ഈ ജാതി പരിപാടികൾ കാട്ടിയിട്ടാണ് ഈ 150 രാജ്യങ്ങളിൽ നിന്നും ഇവരെ ഈ രാജ്യങ്ങളൊക്കെ അടിച്ചോടിപ്പിച്ചത്. ഇപ്പൊ എന്തായിന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ കംപ്ലീറ്റ് കാര്യങ്ങളും അവരുടെ കയ്യിലായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് എങ്ങനെയാണോ വേണ്ടത് ലോകം, അതേപോലത്തെ ഒരു ലോകമായി. ഇനി അവർക്ക് കുറച്ചുകൂടി പ്ലാനുകളെ ബാക്കിയുള്ളൂ. ഇത് 2 ദിവസം 3 ദിവസം 1 കൊല്ലം 2 കൊല്ലം കൊണ്ട് ഇവർ ചെയ്തെടുത്തതല്ല. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള പ്ലാനിങ്ങും ട്രയൽ ആൻഡ് എററിലൂടെ അവർ അച്ചീവ് ചെയ്തെടുത്താണ്. അതിനവർ സമ്മതിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മതിക്കേണ്ടി വരും. പക്ഷെ എന്ത് ചെറ്റത്തരം കാട്ടിയിട്ടാണ് അവർ ഇത് അച്ചീവ് ചെയ്തെടുത്തതെന്നുള്ളതാണ്